ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ. ഇന്ന് നമുക്ക് വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. ഇതിന് ഇതേ കാന്താരിമുളകും മീനും ഉണക്കമീനും മാത്രം മതി കേട്ടോ. അപ്പൊ ഞാനെടുത്ത ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ തളമീനാണ്. നീണ്ട സൈസ് മീനില്ലേ, അപ്പൊ ഞങ്ങളിതിന് തളമീൻ എന്നാ പറയാ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ശരിക്കും ഒന്ന് കഴുകിയെടുക്കാം. ഇത് നമുക്കിത് കഴുകിയതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുപ്പത്ത് വെച്ച് പൊരിച്ചെടുക്കണം. ഞാൻ ഇവിടെ ചക്ക വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷമായാലും 4ാമത്തെ പ്രാവശ്യമാണ് ചക്ക വരട്ടുന്നത്. അത് വരട്ടി വെക്കുമ്പോൾ മക്കള് തിന്ന് കഴിയും കേട്ടോ. എടുത്ത് വെക്കാൻ കിട്ടുന്നില്ല. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മീന് ഇട്ടുകൊടുക്കാം കേട്ടോ. നന്നായി കഴുകി വെച്ച മീന് അത് ശരിക്കും ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. 2 ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് അതേ ശരിക്കും മീന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണയൊക്കെ വറ്റിപ്പോയിട്ടോ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കാന്താരിമുളകില്ല, അതൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ആ ചട്ടിയിൽ തന്നെ ഒത്തിരി കൂടി വെളിച്ചെണ്ണ ഉണ്ടായാൽ അത്രയും നല്ലതാണ്. അപ്പൊ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. നമ്മളെ കാന്താരിമുളകിന്റെ ആ കുത്തല് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നത്. ഒന്ന് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കുകയും ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ ഉണക്കമീന്റെ കൂട്ടത്തിൽ തന്നെ കാന്താരിമുളക് ഇട്ട് കഴിക്കുകയും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്കിത് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ആദ്യം മുളക് ഇട്ട് കൊടുക്കാം. അപ്പൊ മീൻ നമുക്ക് ഇതിന്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഇതിന്റെ കാമ്പ് മാത്രം നമുക്ക് എടുത്ത് മിക്സിന്റെ ജാറിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. മാന്തളമീൻ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എനിക്ക് തളമീനോടാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പൊ ഇത് നമ്മള് മുഴുവനും ഇങ്ങനെ കാമ്പെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ അതേ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. കാന്താരിമുളക് ഉണക്കമീൻ വെച്ചുള്ള ചമ്മന്തി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കി. നമുക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ കഞ്ഞിക്കും ചോറിന് വേറെ ഒന്നും വേണ്ട. അത്രക്ക് നല്ല എരിവും ഉപ്പും നമ്മൾ വേറെ ചേർക്കണ്ട കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.